ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തവർക്ക് എങ്ങനെയാണ് പുതിയതായി വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. നിലവിൽ 18 വയസ്സ് പൂർത്തിയായ നിലവിൽ മറ്റു സ്ഥലങ്ങളിലെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്തിട്ടില്ലാത്ത ഏതൊരാൾക്കും ഇത്തരത്തിൽ അവരുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ഓൺലൈനായിട്ട് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് ലൈവ് ഡെമോ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഏതൊരാൾക്കും സ്വന്തമായി വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ആദ്യമായിട്ട് നമ്മുടെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ സെർച്ച് ബാറിൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിവിടെ സെർച്ച് റിസൾട്ട് ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ റിസൾട്ട് തന്നെ നമുക്ക് കാണാം, വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ മുകൾ ഭാഗത്തായിട്ട് ലോഗിൻ ആൻഡ് സൈൻ അപ്പ് എന്നിങ്ങനെയുള്ള 2 ഓപ്ഷൻസ് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെയുള്ള സൈൻ അപ്പ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് സൈൻ അപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സൈൻ അപ്പ് എന്നുള്ള ബട്ടണിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് അതിനുശേഷം താഴെയുള്ള ആ ഒരു കോളത്തിൽ ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഒരു ക്യാപ്ച കോഡ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയുള്ള ആ ഒരു കോളത്തിലൊന്ന് കറക്റ്റായിട്ട് അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒരു OTP കോഡ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈനപ്പ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ലോഗിൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ താഴെ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പർ അതുപോലെ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ആ ഒരു ക്യാപ്ച കോഡ് അതിന് താഴെയുള്ള ആ ഒരു കോളത്തിൽ അതുപോലെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള റിക്വസ്റ്റ് OTP എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP കോഡ് SMS ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ആ ഒരു SMS OTP കോഡ് ഇവിടെ കറക്റ്റായിട്ടൊന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആ ഒരു OTP കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെയുള്ള വെരിഫൈ ആൻഡ് ലോഗിൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇപ്പോൾ ലോഗിൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മുകൾ ഭാഗത്ത് നമ്മുടെ പേര് നമുക്ക് കാണാം. ശേഷം ഇനി നമുക്ക് നമ്മുടെ ഒരു പുതിയ വോട്ടറുടെ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെയുള്ള ഫോംസ് എന്നുള്ള സെക്ഷനിലോട്ട് വരിക. ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ ഫിൽ ഫോം 6 എന്നുള്ളത് കാണാം. അപ്പോൾ നമ്മൾ ഫിൽ ഫോം 6 എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ പുതിയ വോട്ടറുടെ രജിസ്റ്റർ ചെയ്യാനുള്ള സ്റ്റെപ്സ് ഇവിടെ ഇടതുവശത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്നുള്ളതൊന്ന് നോക്കുക ആദ്യം. ശേഷം ഇവിടെ വലതുവശത്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാവുന്നതാണ്. മലയാളം ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷ് തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് നമ്മുടെ ഫോം ഫില്ല് ചെയ്യുന്ന പ്രോസസ്സ് ആരംഭിക്കാം. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് വരുന്നത് സെലക്ട് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് അസംബ്ലി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആദ്യം നമ്മുടെ സ്റ്റേറ്റ് എന്നുള്ളതിൽ ആരോക്കിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ ഡിസ്ട്രിക്ട് എന്നുള്ളതാണ്. അതിൽ ആരോക്കിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡിസ്ട്രിക്ട് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന ഓപ്ഷനിൽ നമ്മുടെ നിയോജക മണ്ഡലം സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. അവിടെ ആരോക്കിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നിയോജക മണ്ഡലം നമ്മൾ അതുപോലെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം അതിന് താഴെയായിട്ട് ഇവിടെ റെഡ് കളറിൽ നമുക്കൊരു പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ആധാർ കാർഡിലുള്ള പോലെ തന്നെ നമ്മുടെ പേര് എൻ്റർ ചെയ്ത് നൽകാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് OTP വെരിഫിക്കേഷനും സൈനും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് വരുന്നതായിരിക്കും. അടുത്ത സ്റ്റേജിൽ വരുന്നത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നൽകാനാണ്. ശേഷം അവിടെ നിങ്ങളുടെ പേരൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. പേര് എൻ്റർ ചെയ്യുന്നത് ഫസ്റ്റ് നെയിം മിഡിൽ നെയിം എന്നുള്ള ആ ഒരു ഓർഡറിൽ തന്നെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ നെയിം ഇംഗ്ലീഷിൽ എൻ്റർ ചെയ്തതിന് ശേഷം ആ ഒരു ബോക്സിന് പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെയിം അവിടെ മലയാളത്തിൽ വരുന്നതായിരിക്കും. ഇനി മലയാളത്തിൽ വന്നതിൽ കറക്റ്റ് അല്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവിടെ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു നെയിം തിരുത്താനായിട്ടുള്ള ഓപ്ഷനും അവിടെ ഉണ്ട്. ശേഷം അതിന് താഴെയായിട്ട് നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്ലോഡ് ഫോട്ടോഗ്രാഫ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട സൈസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെയുള്ള ചൂസ് ഫയൽ എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്തുകൊണ്ട് നമ്മുടെ ഫോട്ടോ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ ഫോട്ടോ നമുക്ക് ഇതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും. അത് അവിടെ നിന്ന് നമുക്ക് സൂം ചെയ്യാനോ അതുപോലെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനുശേഷം ഇവിടെ താഴെയുള്ള സേവ് എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഹ്യൂമൻ ഫേസ് ഡിറ്റക്റ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ളത് വന്നിട്ടുണ്ട്. ശേഷം നമുക്കത് ഓക്കെ എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ബട്ടണൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകാവുന്നതാണ്.
അടുത്ത സ്റ്റേജ് വരുന്നത് നമ്മുടെ റിലേറ്റീവ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ അതിൽ നിന്ന് അവിടെ ഓപ്ഷൻ ഉള്ളത് ഫാദർ, മദർ, ഹസ്ബൻഡ്, വൈഫ്, ലോക്കൽ ഗാർഡിയൻ എന്നിങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആരുടെ പേരാണോ നമ്മൾ എൻ്റർ ചെയ്ത് നൽകുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം താഴെ നെയിം എന്നുള്ള ഒരു ഭാഗത്ത് നമ്മുടെ റിലേറ്റീവിൻ്റെ നെയിം നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അടുത്ത സ്റ്റേജിൽ വരുന്നത് നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്. അതിലൊന്നാമത്തേത് മൊബൈൽ നമ്പർ എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് സ്വന്തം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് നൽകുന്നവർ സെൽഫ് എന്നുള്ളതിൽ ടിക്ക് ചെയ്തതിന് ശേഷം താഴെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. റിലേറ്റീവ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നവർ റിലേറ്റീവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് ഇമെയിൽ ID എന്നുള്ളതാണ്. അവിടെ നിങ്ങളുടെ ഇമെയിൽ IDയും അതുപോലെ തന്നെ മുകളിൽ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്ത് അതുപോലെ തന്നെ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ അടുത്ത സ്റ്റേജ് വരുന്നത് ആധാർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നൽകാനുള്ളതാണ്. അപ്പോൾ അവിടെ ആധാർ നമ്പർ ഉള്ളവർ ആധാർ നമ്പർ എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് അടുത്ത ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ്. പക്ഷേ ഇവിടെ ആധാർ കാർഡ് ഇല്ല എങ്കിൽ നമുക്ക് നമ്മുടെ സൈൻ ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ നമുക്ക് ഓഫ്ലൈനായിട്ട് വേണ്ടി വരും അപേക്ഷ സമർപ്പിക്കുന്നതിന്. നമ്മൾ ഈ പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് BLO ഏൽപ്പിക്കുകയായിരിക്കും ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മളിവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ആധാർ നമ്പർ എന്നുള്ളതിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ താഴെയുള്ള കോളത്തിൽ നിങ്ങളുടെ ആധാർ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റേജിൽ വരുന്നത് ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. മെയിൽ, ഫീമെയിൽ, തേർഡ് ജെൻഡർ എന്നിങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളിവിടെ നെക്സ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ അടുത്ത സ്റ്റേജ് വരുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നൽകാനാണ്. അവിടെ ഡേറ്റ്, മന്ത്, ഇയർ എന്നുള്ള ഒരു ഫോർമാറ്റിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. ശേഷം അവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനുള്ള ഒരു പ്രൂഫ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ സെലക്ട് ഡോക്യുമെൻ്റ് എന്നുള്ളതിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഏത് ഡോക്യുമെൻ്റ് ആണോ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ആധാർ കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം താഴെയുള്ള ചൂസ് ഫയൽ എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആധാർ കാർഡ് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് വരുന്നതായിരിക്കും. അടുത്ത സ്റ്റേജിൽ നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സ് നമ്മൾ അവിടെ നിന്ന് കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ കോളത്തിൽ നമ്മുടെ വീട്ടുപേര് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. രണ്ടാമത്തെ കോളത്തിൽ നമ്മുടെ സ്ട്രീറ്റ് ഏരിയയാണ് നമ്മൾ എൻ്റർ ചെയ്ത് നൽകേണ്ടത്. അപ്പോൾ അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്ത കോളത്തിൽ വരുന്നത് വില്ലേജ് എന്നുള്ളതാണ്. അവിടെ നമ്മുടെ വില്ലേജ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് പോസ്റ്റ് ഓഫീസാണ്. അവിടെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്നത് പിൻകോഡ് എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നമ്മുടെ പിൻകോഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. ശേഷം വരുന്ന കോളത്തിൽ നമ്മുടെ താലൂക്കാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് ഡിസ്ട്രിക്റ്റ് എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ഡിസ്ട്രിക്റ്റ് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ താഴെയായിട്ട് നമ്മുടെ ഒരു അഡ്രസ് പ്രൂഫായിട്ട് നമ്മളൊരു ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ശേഷം നമ്മൾ അവിടെയുള്ള സെലക്ട് ഡോക്യുമെൻ്റ് എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിൽ നിന്നും ഏത് ഡോക്യുമെൻ്റ് ആണോ നമ്മൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ആധാർ കാർഡ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആധാർ കാർഡ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ താഴെയുള്ള ചൂസ് ഫയൽ എന്നുള്ളതിൽ എൻ്റർ ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു സേവ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡോക്യുമെൻറ്റ് നമ്മുടെ ആധാർ കാർഡ് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് വരുന്നതായിരിക്കും. അടുത്ത സ്റ്റേജ് നമ്മൾ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ആ ഒരു ഡിസബിലിറ്റി ഉള്ളവർ മാത്രം ആ ഒരു ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് ഇതുപോലെ വരുന്നതായിരിക്കും. ഇവിടെ നമ്മുടെ ഫാമിലി മെമ്പർ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് നൽകേണ്ടത്. നമ്മുടെ ഫാമിലി മെമ്പർ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് നൽകേണ്ടത് നമ്മളിപ്പോൾ താമസിക്കുന്ന നിലവിലെ അഡ്രസ്സിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കുടുംബാംഗത്തിൻ്റെ വിവരങ്ങളാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് നൽകേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നെയിം ഓഫ് ദി ഫാമിലി മെമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ ഫാമിലി മെമ്പറുടെ നെയിം നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് റിലേഷൻഷിപ്പ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്. അവിടെയുള്ള ഓപ്ഷൻസ് ഫാദർ, മദർ, വൈഫ്, ലീഗൽ ഗാർഡിയൻ എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിലുള്ള ഒരാളുടെ പേരാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് നൽകേണ്ടത്. അടുത്ത കോളത്തിൽ വരുന്നത് എപ്പിക് നമ്പർ എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് അവരുടെ ID കാർഡ് നമ്പർ അറിയുമെങ്കിൽ അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിതുപോലെ നമ്മുടെ മദർ ഡീറ്റെയിൽസ്, സ്പൗസ് ഡീറ്റെയിൽസും എൻ്റർ ചെയ്യാനുള്ള ഭാഗം വരും. ആ ഒരു ഭാഗത്ത് മദർ നെയിമും അതുപോലെ സ്പൗസ് നെയിമും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഒന്നാമത്തെ ഓപ്ഷൻ നമ്മുടെ പാരൻസിൻ്റെ ഡീറ്റെയിൽസ് ലാസ്റ്റ് SIRൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷനിൽ വരുന്നത് എൻ്റെ പേരോ എൻ്റെ ഫാമിലിയുടെ പേരോ ലാസ്റ്റ് SIRൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്.
അപ്പോൾ നമുക്കിവിടെ ഇത്തരം സാഹചര്യത്തിൽ ഓൺലൈനായിട്ട് അപ്രൂവൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഹിയറിങ്ങിനൊക്കെ വിളിച്ച് അതൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും അപ്രൂവൽ ലഭിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ പാരൻസിൻ്റെ പേര് ലാസ്റ്റ് SIRൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലൊരു വിൻഡോ ഓപ്പണായി വരുന്നതായിരിക്കും. നമ്മുടെ ആ ലാസ്റ്റ് SIRൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ ഫാമിലി മെമ്പർ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യമായിട്ട് നമ്മുടെ സ്റ്റേറ്റ് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് അസംബ്ലി സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ നിയോജക മണ്ഡലം 2002 ഉണ്ടായിരുന്നതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ പാരൻസിൻ്റെ 2002 ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന നിയോജക മണ്ഡലമാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാനിവിടെ പ്രത്യേകം പറയുന്നത്. അതിനുശേഷം അന്നത്തെ അവരുടെ ആ ഒരു പോളിംഗ് സ്റ്റേഷൻ നെയിം നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട്. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് പാർട്ട് സീരിയൽ നമ്പർ എന്നുള്ളതാണ്. അവരുടെ അന്നത്തെ ലിസ്റ്റിലുള്ള സീരിയൽ നമ്പർ നിങ്ങൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഫാമിലി മെമ്പറുമായിട്ടുള്ള റിലേഷൻ എന്താണോ എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളത് എൻ്റർ ചെയ്തിട്ടുള്ളത് ഫാദർ നെയിം ആണോ മദർ നെയിം ആണോ എന്നുള്ളത് നിങ്ങൾ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള സെർച്ച് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിതുപോലെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബന്ധുവിൻ്റെ പേര് ഇതുപോലെ കാണാവുന്നതാണ്. അതിനുശേഷം ഇവിടെ താഴെയുള്ള ചെക്ക് ബോക്സിലൊന്ന് ടിക്ക് ചെയ്ത് കണ്ടിന്യൂ എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഒരിക്കൽ കൂടെ ഒന്ന് ഓപ്പണായി വരുന്നതായിരിക്കും. അതൊന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് ഒന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളിതുപോലെ അടുത്ത സ്റ്റേജിലോട്ട് വരുന്നതായിരിക്കും. അടുത്ത സ്റ്റേജ് ഡിക്ലറേഷനാണ്. ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ വില്ലേജ് നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഭാഗത്ത് സ്റ്റേറ്റ് എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് ഡിസ്ട്രിക്റ്റ് എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഈ ഒരു അഡ്രസ്സിൽ എന്ന് മുതൽ താമസമുണ്ട് എന്നുള്ളതാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു മാസവും വർഷവും നിങ്ങൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ അടുത്തായി കൊടുത്തുള്ളത് നമ്മൾ ആദ്യമായിട്ടാണ് വോട്ടർ ലിസ്റ്റിൽ പേര് ഉൾപ്പെടുത്താനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നത്. മുൻപ് ഒരു അസംബ്ലിയിലും നിയോജക മണ്ഡലത്തിലും എൻ്റെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിൽ മുമ്പ് ഒരു നിയോജക മണ്ഡലത്തിൽ നമ്മുടെ വോട്ട് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അല്ല എങ്കിൽ അതൊരു പണിഷബിൾ ഒഫൻസ് ആണെന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവിടെ താഴെയുള്ള പ്ലേസ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പ്ലേസ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്ന കറണ്ട് ഡേറ്റ് വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ള ക്യാപ്ച കോഡ് അതിന് താഴെയുള്ള ഒരു കോളത്തിൽ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നുള്ള ആ ഒരു ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാപ്ച കോഡ് ഫെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുന്നതിന് മുൻപായിട്ട് ഇവിടെയുള്ള റിഫ്രഷ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ക്യാപ്ച കോഡ് റിഫ്രഷ് ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം താഴെയുള്ള പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നുള്ള ആ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ആ ഒരു പ്രിവ്യൂ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ശേഷം നമ്മളതൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കീപ്പ് എഡിറ്റിംഗ്, ഡൗൺലോഡ്, ഇ സൈൻ ആൻഡ് സബ്മിറ്റ് എന്നിങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ നോക്കിയ ശേഷം നമുക്ക് അതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ കീപ്പ് എഡിറ്റിംഗ് എന്നുള്ള ഓപ്ഷനിൽ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ വീണ്ടും എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം ഇവിടെയുള്ള ഇ സൈൻ ആൻഡ് സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പണായി വരുന്നതായിരിക്കും. ആർ യു ഷുവർ യു വാണ്ട് ടു സബ്മിറ്റ് ദിസ് ഫോം എന്നുള്ളത്. ശേഷം നമ്മളിവിടെയുള്ള യെസ് എന്നുള്ള ഈ ഒരു ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഇ സൈൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ ഒരു പേജ്. ഇവിടെ നമ്മുടെ ആധാർ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ആധാർ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള ഗെറ്റ് OTP എന്നുള്ള ഈ ഒരു ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP കോഡ് SMS ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ OTP എന്നുള്ള ആ ഒരു ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ആ ഒരു OTP കോഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള ചെക്ക് ബോക്സിലൊന്ന് ടിക്ക് ചെയ്ത് ശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വി ആർ പ്രോസസ്സിംഗ് യുവർ റിക്വസ്റ്റ്. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വരുന്നതായിരിക്കും. യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. നമ്മുടെ അപേക്ഷയുടെ റെഫറൻസ് നമ്പർ നമുക്ക് അവിടുന്ന് കാണാവുന്നതാണ്. ഇവിടെ താഴെയുള്ള ഡൗൺലോഡ് അക്നോളജ്മെൻറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു അക്നോളജ്മെൻറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നീട് നമുക്ക് ഈ ഒരു അപേക്ഷയുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് ഈ ഒരു അപേക്ഷയുടെ റെഫറൻസ് നമ്പർ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഇത്തരത്തിൽ സമർപ്പിച്ചുള്ള അപേക്ഷയുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും നമ്മൾ ഈ ഒരു ഹോം പേജിലോട്ട് തന്നെ വരിക. അതിനുശേഷം ഇവിടെ സർവീസസ് എന്നുള്ളതിന് താഴെയിട്ട് ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ളൊരു വിൻഡോ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക.
ഇവിടെ എൻ്റെ റെഫറൻസ് നമ്പർ എന്നുള്ള ആ ഒരു ഭാഗത്ത് നമുക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റെഫറൻസ് നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരെ കാണുന്ന സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് ഇവിടെ താഴെ കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ അപേക്ഷ സമർപ്പിച്ച ഉടനെ ചെക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്നുള്ളത് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയ ശേഷം നമുക്കിവിടെ ഈ എപ്പിക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ID കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കുന്നതിന് വേണ്ടി ഓൺലൈൻ വഴി സ്വന്തമായി ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കൂടാതെ ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.